ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചുള്ളി വീഡിയോസ്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഒരു സ്പാനിഷ് ഓംലെറ്റ് ആണ്. ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പൊട്ടറ്റോ, ഒരു സവാള, ഒരു തക്കാളി, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ കുറച്ച് മല്ലിയില, 2 വറ്റൽമുളക് ക്രഷ് ചെയ്ത് വെക്കണം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 മുട്ട. ആദ്യം തന്നെ നമുക്ക് പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്തൊന്ന് വഴറ്റി 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇനി അപ്പോഴേക്കും നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം ചേർക്കാം, സവാള ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തൊന്ന് വഴറ്റി 2 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇപ്പോൾ ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ചേർത്ത് വഴറ്റി ഇറക്കി വയ്ക്കാം. ഇനി ഇത് നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പാൻ ഒന്ന് അടുപ്പത്ത് വെച്ച് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചൊരു 1 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്പാനിഷ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു മുട്ട ഓംലെറ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്. ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.